ഇപ്പോൾ ശ്രീ കെ സി വേണുഗോപാൽ തത്സമയം നമ്മോടൊപ്പമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നു. ശ്രീ കെ സി വേണുഗോപാൽ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഈ ഗംഭീര വിജയത്തിന്. 100 കടന്ന 102-ലെത്തിയിരിക്കുന്ന ഈ ഗംഭീര വിജയത്തിന്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു ബദൽ കൊണ്ടുവരണമല്ലോ. ഇതുവരെ ഉണ്ടായിരുന്ന 10 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബദൽ? ഈ വിജയത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി? അല്ല, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ. ജനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം വളരെ ക്ലിയറാണ്. അഹങ്കാരവും ധിക്കാരവും അതുപോലെ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ ഒരു കാലഘട്ടത്തെ അവർ ഒട്ടും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ പ്രഥമ പാഠം. അതുതന്നെയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് മാറിയത്. ആ ബാധ്യത കേരളം ഉടനീളം ചർച്ച ചെയ്തതാണ് ജനങ്ങളുടെ മുന്നിലേക്ക്. ആ ബാധ്യതയെ പരിഹരിക്കുന്നതിന് പകരം, അതിന് പരിഹാരക്രിയ ചെയ്യുന്നതിന് പകരം ആ ബാധ്യത ഒരു അലങ്കാരമായി ഏറ്റെടുത്തുകൊണ്ട് അഹങ്കാരവും ധിക്കാരവും കൂട്ടുകയാണ് ഈ സർക്കാർ ചെയ്തത്. അതിലുള്ള ജനവികാരം കൃത്യമായി പ്രതിഫലിക്കുന്നതാണ്. ഇത് കേവലം ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അവർ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശ്ലാഘനീയമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നേതാക്കളും. പക്ഷെ അതോടൊപ്പം തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കുറെ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ടകൊത്തലങ്ങളിൽ നിന്ന് അവർക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ നിലപാടുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ്, കൃത്യമായ വോട്ടാണ്. ഈ പാർട്ടിയുടെ അപജയം കണ്ടിട്ട് മനംമടുത്തിട്ടുള്ള വോട്ടാണ്. അത് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന ഇവിടെ അമ്പലപ്പുഴയിലുള്ള നമ്മുടെ വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥി ശ്രീ G. സുധാകരൻ തന്നെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടപ്പോഴും അതിലെ തെറ്റുകൾക്കെതിരായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ടായിരുന്നു. അന്നൊക്കെ സഹിഷ്ണുതയുടെ നേട്ട പാർട്ടി പിന്നീട് കണ്ടത് അത്തരം വിമർശനങ്ങളെ ഒന്നും സഹിക്കാതെ വിമർശിക്കുന്നവൻ പോടാ പുറത്ത്, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള സമീപനമായിരുന്നു. അതാണ് ഇവിടെയും കണ്ടത്, തളിപ്പറമ്പിൽ കണ്ടത്, പയ്യന്നൂരിൽ കണ്ടത്. പയ്യന്നൂരിലൊക്കെ എന്റെ നിയമം, പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാടാണ് പയ്യന്നൂർ. എന്റെ 19 വർഷത്തെ രാഷ്ട്രീയ പരിചയത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന് ആര് നിർത്തിയാലും 10,000, 30,000, 40,000 വോട്ടിന് ജയിച്ചു വരുന്ന സീറ്റാണത്. ആർക്കും കണ്ണുമടച്ചൊരു CPM സ്ഥാനാർത്ഥിക്ക് ആരായിക്കോട്ടെ നിൽക്കാവുന്ന സ്ഥലം. അവിടെ 7,000-ലധികം വോട്ടിന് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ, അതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പാഠം കൃത്യമാണ്. അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണോ ശ്രീ കെ സി വേണുഗോപാൽ? നിങ്ങളൊരു സന്ദേശം എന്ന നിലയ്ക്കാണല്ലോ കുഞ്ഞികൃഷ്ണനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. പയ്യന്നൂരത്തെ കാര്യം അങ്ങനെ തന്നെ. പയ്യന്നൂരിൽ CPM-ന്റെ വലിയ വോട്ട് വ്യത്യാസം ഉണ്ടാകും. CPM-ൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ജയത്തിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ഇത്ര ഭീകരമായിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 40,000-ഓളം വോട്ട്, 45,000 വോട്ട് ഒറ്റയടിക്ക് ഒരു അസംബ്ലിയിൽ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് അനായാസമായി നടക്കുന്ന കാര്യമല്ല. അവർക്ക് ഏറ്റവും നല്ല കാഡറുള്ള സ്ഥലം കൂടിയാണത്. അപ്പൊ അത് എന്തായാലും കുഞ്ഞികൃഷ്ണൻ അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല സഹപ്രവർത്തകരും അവര് പകൽ പ്രകടനത്തിൽ പോവും, ജാഥയിൽ പോവും, പക്ഷേ അവര് കൃത്യമായി തീരുമാനമെടുത്തിരുന്നു കുഞ്ഞികൃഷ്ണനെ ജയിപ്പിക്കാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കണ്ണൂർ വെച്ച് പറഞ്ഞത് ഇപ്രാവശ്യം കണ്ണൂരിൽ അത്ഭുതങ്ങളുണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ തളിപ്പറമ്പിലത്തെ കാര്യം അതുതന്നെ. അപ്പൊ ഇത് CPM അവരുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഹെവി ആന്റി ഇൻകംബൻസി ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ ആന്റി ഇൻകംബൻസിയുടെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നെറേറ്റീവ്, നല്ല ഡിസൈനോടുകൂടിയുള്ള നെറേറ്റീവ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ പോസിറ്റീവ് ക്യാമ്പയിനും ഉണ്ട്. ഞങ്ങളുടെ ഗ്യാരണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിന്റെ പോസിറ്റീവ്, വെറും നെഗറ്റീവ് മാത്രം പറഞ്ഞതുകൊണ്ട് ജനം വോട്ട് ചെയ്യില്ലല്ലോ. അവരുടെ മുന്നിൽ താങ്കൾ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിന് അവരുടെ മുന്നിലേക്ക് ഇനി വെൽക്കാൻ പോകുന്ന എന്തായാലും കേരളത്തിന് ഒരുപാട് സമഗ്രമായ മാറ്റം ആവശ്യമുള്ള ഒരുപാട് മേഖലകളുണ്ട്. പരമ്പരാഗത ശൈലികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ചെറുപ്പക്കാരെയും കേരളത്തിലെ സഹോദരിമാരെയും കൃഷിക്കാരെയും തൊഴിലാളികളെയും ഒക്കെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളിൽ വളരെ വളരെ വിഷനോട് കൂടിയിട്ടുള്ള ഡിസിസീവായ തീരുമാനങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും അതൊന്നും ഇപ്പം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൃത്യമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതിന് സംശയമില്ല. അതായിരിക്കും വളരെ. അതോടൊപ്പം തന്നെ ഇവിടെ ബി.ജെ.പി അക്കൗണ്ട് തുറന്നിരിക്കുന്നു. അക്കൗണ്ട് തുറക്കുക ഒരിടത്തല്ല, 3 പേരാണ് BJP-യിൽ നിന്നും നിയമസഭയിലേക്ക് എത്തുന്നത്. ഈ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതിനിടയാക്കിയ സാഹചര്യം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? ഞാൻ അതിനെ അത്ര ഗൗരവതരമായിട്ട് കാണുന്നില്ല. BJP ദേശീയ തലത്തിൽ ശക്തിയല്ലാത്ത കാലത്തും നേമത്ത് O. രാജഗോപാൽ ജയിച്ചു വന്നതാണ്, നമ്മൾ കണ്ടതാണ്. O. രാജഗോപാൽ നേമത്ത് MLA ആയിരുന്നതാണ്. കഴക്കൂട്ടം കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായി നമുക്കറിയാം അവരുടെ പോരാട്ടം ഉണ്ടായിരുന്നു. 30 നാമമാത്രമായ വോട്ടിനാണ് ഇപ്രാവശ്യം ജയിച്ചത്. അത്
നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് CPM നിലപാട് തന്നെ. പയ്യന്നൂരിൽ എന്തുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ ജയിച്ചു എന്നുള്ളത് CPM സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് കാരണം. ശരി. കഴക്കൂട്ടത്തും ഇതുപോലെ തന്നെയാണ്. ചാത്തന്നൂരിലത്തെ കാര്യം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ചാത്തന്നൂരിൽ ഒരിക്കലും BJP ജയിക്കുമെന്നാലും പ്രതീക്ഷിച്ചിട്ടില്ല. ചാത്തന്നൂരിലെയും കഴക്കൂട്ടത്തെയും ജയം CPM ചെലവിൽ അവർ നേടിയെടുത്ത ജയമാണെന്നാണ് എന്റെ വിശ്വാസം. BJP അല്ലാതെ BJPയുടെ ശക്തി കൊണ്ട് ജയിച്ചതല്ല. നിയമത്ത് അവർ ജയിച്ചിട്ടുണ്ടാകും, കാരണം നേരത്തെയും ജയിച്ച സീറ്റാണ്. അല്ലാണ്ട് BJP വളർന്നു പോയി എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് ഷെയർ എടുത്ത് നോക്കിയാൽ എവിടെയാണ് പ്രകടമായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്? അതൊന്നും ഉണ്ടായിട്ടില്ല. അത് അത്ര ഒരു അപായ സൂചന നൽകുന്ന ഒരു വളർച്ചയായിട്ട് തോന്നുന്നില്ല. നമ്മൾ വളരെ കേരളത്തിലെ ജനങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ടും വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ഈ വർഗീയ കോമരങ്ങളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള ക്ലിയർ മെസ്സേജാണ്. അത് അത്തരം കാര്യങ്ങൾ പറയുന്ന എല്ലാവർക്കുമുള്ള ക്ലിയർ മെസ്സേജാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ശരി, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്രീ KC വേണുഗോപാൽ. ഒപ്പം തന്നെ അങ്ങേക്ക് ഒപ്പം നിൽക്കുന്ന അവിടെ ഇരിക്കുന്ന ശ്രീ G സുധാകരന് കൂടി എന്റെ അഭിനന്ദനങ്ങൾ കൈമാറുക. വലിയ വിജയമാണ്. 102 കടന്ന ഈ വിജയം നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്. റിപ്പോർട്ടർ ചാനലിന്റെ അഭിനന്ദനങ്ങൾ അവർ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീ G സുധാകരൻ കേൾക്കാമെങ്കിൽ ശരി. അപ്പോ ശരി ശരി ഏതായാലും അദ്ദേഹം ഇപ്പൊ സംസാരിക്കാതെ വിശദമായിട്ട് പിന്നീട് സംസാരിച്ചു. ശരി, ഓക്കെ, കുഴപ്പമില്ല. വളരെ നന്ദി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ ചേർത്തന്നെ. വളരെ ഇദ്ദേഹത്തിന്റെ വിജയം നൽകുന്ന നന്മയുടെ ഒരു സന്ദേശമുണ്ട്. ശരിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.